പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വിഫ്റ്റ് കാറ് നമ്മളങ്ങനെ വിറ്റു. അപ്പോൾ അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത്. നമ്മളുടെ ഇപ്പോൾ ഒരു 6 കൊല്ലമായിട്ട് കൂടി ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നു നമ്മുടെ സ്വിഫ്റ്റ്. ഒരുപാട് യാത്രകൾ ചെയ്ത് മടുക്കാന്ന് പറയില്ല, അത്രയധികം യാത്രകൾ നമ്മൾ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും പോയി. അതുപോലെ തന്നെ 2-3 രാജ്യത്ത് പോയി. എല്ലാ പരിപാടികളും എന്താ പറയുക, ഈ ഒരു വണ്ടി നമ്മളെ ഇന്നേ വരെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്ട്, തട്ടുമുട്ട് കാര്യങ്ങൾ ഒന്നും ഉണ്ടാക്കാണ്ട് ഭാഗ്യത്തിന് നമുക്ക് ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നൊരു വണ്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 6 കൊല്ലമായി. ഞാൻ ഇന്നേ വരെ ഒരു 2 കൊല്ലത്തിൽ 3 കൊല്ലത്തിൽ കൂടുതലൊന്നും ഒരു വണ്ടി ഉപയോഗിച്ചിട്ടില്ല. കൂടി വന്നാൽ 4 കൊല്ലം ഉപയോഗിച്ച വണ്ടി അപൂർവം വണ്ടികളുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായി കൊടുക്കണം എന്ന് വിചാരിച്ചു. താറ് എടുത്ത സമയത്ത് തന്നെ നമ്മൾ കൊടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ താറ് എടുക്കുമ്പോൾ ഒരു സബ് വണ്ടി ഉണ്ടാവുന്നു, നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കുറേ കാലമായിട്ട് ഇത് കൊടുക്കാണ്ട് അങ്ങനെ വെച്ചത്. പിന്നെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ 2 വണ്ടിയും ഓട്ടമില്ലാണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും 1 കൊല്ലം നമ്മളിപ്പോൾ ഹോൾഡ് ചെയ്തു താറ് മേടിച്ചതിന് ശേഷമായാലും. പിന്നെ 2 വണ്ടിയും ഒരു ബാധ്യതയാണ്, എല്ലാ പ്രാവശ്യവും ഇൻഷുറൻസ് അടയ്ക്കാതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എമൗണ്ട് നമ്മൾ വെറുതെ ഇത് ഓട്ടം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഓട്ടവും ഇല്ല, തീരെ ഓട്ടം കുറവ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് വണ്ടി. അപ്പോൾ നമ്മൾ ഒരു വില പറഞ്ഞു. അപ്പോൾ ആ വിലയ്ക്ക് അവരെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് കച്ചവടമായി. ഇന്നലെ വന്ന് അവർ അഡ്വാൻസ് തന്നു. അതുപോലെ വണ്ടി അവരുടെ പേരിലേക്ക് മാറ്റി. അപ്പോൾ ഇന്നിപ്പോൾ കുന്നംകുളത്ത് അവർക്ക് വണ്ടി എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഫുൾ ഫണ്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുള്ള് ഫണ്ട് ഇപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയത്, അക്കൗണ്ടിലേക്ക് വന്നത്. അപ്പോൾ അത് കാരണം നമ്മളത് കിട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ വണ്ടി അവർക്ക് കൊണ്ട് കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ ഈ 6.5 കൊല്ലത്തെ അനുഭവത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആകെ നമുക്ക് ആ ക്ലച്ചിൻ്റെ ഒരു ടേബിൾ പൊട്ടിയിട്ട് നമ്മുടെ 25,000 രൂപ മുടങ്ങിയതല്ലാണ്ട്, സർവീസ് കോസ്റ്റും അല്ലാണ്ട് വലിയ പൈസകൾ മെക്കാനിക്കൽ ഭാഗം അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളോ കേടായിട്ട് നമ്മളുടെ ഒരു പൈസ പോലും പോയിട്ടില്ല. നിങ്ങൾക്ക് വീഡിയോ അന്ന് മുതൽ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അറിയാം. ടയർ മാറ്റാനോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ അന്ന് കവിള് എന്താ പറയുക ഒരഞ്ഞിട്ട് പെയിൻ്റ് അടിക്കാനോ ഇങ്ങനെയുള്ള കാര്യത്തിന്. പക്ഷേ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് വണ്ടി ചെറിയ ഒരച്ചലോ മുട്ടലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും കൊണ്ടുപോയിട്ട് സാധനങ്ങൾ ഫുൾ മാറ്റരുത്. ഇപ്പം നമ്മളുടെ ഈ കവളിൻ്റെ അവിടെ ചെറിയ ഞെളക്കുണ്ടായിരുന്നു, അതുപോലെ അപ്പുറത്തെ കവളിൻ്റെ അവിടെ ചെറിയ ഞെളക്കുണ്ടായിരുന്നു, ഒരു കോർണർ പോലത്തെ പാടായിരുന്നു. ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളല്ല, ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് തട്ടി നിവർത്തിയിട്ട് ചേട്ടാ പെയിൻ്റ് അടിച്ചാൽ പോരെ, മക്കിട്ട് പെയിൻ്റ് അടിച്ചാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ വർക്ക്ഷോപ്പുകാരൻ പറഞ്ഞു അല്ല ഇതിനൊക്കെ നിസ്സാര പൈസ ഉള്ളൂ, നമുക്കിത് മാറ്റാം എന്ന് പറഞ്ഞു. അതുപോലെ ബമ്പറിൻ്റെ അടിയിൽ ഒരഞ്ഞിട്ട് ചെറുതായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് അവർ ഈ ബമ്പർ അങ്ങനെ തന്നെ മാറ്റി. കാരണം അതൊരു ഫൈബർ പാച്ച് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൂ. ഇതെപ്പോഴാണ് ഇതിൻ്റെ പ്രശ്നം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വർക്ക്ഷോപ്പുകാർ അവർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് അവർക്ക് പുതിയ സാധനം കൊണ്ടുവന്ന് പെയിൻ്റ് അടിച്ച് ഇത് ചെയ്യുക, തട്ടി നിവർത്തി അത് ചെയ്ത്, അല്ലെങ്കിൽ അയാളുടെ കൂലി കൊടുക്കണേക്കാളും നല്ലത് ഇങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരിതൊക്കെ പുതിയത് വെച്ചോളാൻ പറയും. നമ്മളൊരു വണ്ടി കൊടുക്കുന്ന സമയത്ത് ഏതൊരാൾ വണ്ടി മേടിക്കാൻ വന്നാലും ഫസ്റ്റ് ചോദിക്കുന്ന കാര്യമാണ് റീപ്ലേസ്മെൻറ്റ് ഉണ്ടോ, വണ്ടിയിൽ സാധനങ്ങൾ നിങ്ങൾ മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇടിച്ചിട്ട സാധാരണഗതിക്ക് വണ്ടി ഇടിച്ച് ആകെ ഉണ്ടായ വണ്ടികളാണല്ലോ ഈ ഇതുകളൊക്കെ മാറ്റുക. അപ്പോൾ അങ്ങനെയാണ് അവർ ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇപ്പോൾ ബമ്പറോ സൈഡോ ബോണറ്റോ എന്ത് സാധനം ആയിക്കോട്ടെ നിങ്ങൾ മാറ്റമുണ്ടെങ്കിൽ തവിട്ട് പൊടിയായിട്ട് നേരെയാക്കാൻ പറ്റില്ലാത്തൊരു സാധനം മാത്രം മാറ്റാൻ പാടുള്ളൂ. ചെറിയ ഞടക്കത്തിന് വേണ്ടിയിട്ട് മൊത്തം പാർട്സ് ഒരിക്കലും നിങ്ങൾ ഒരു വണ്ടിയുടെ മാറ്റരുത്. വർക്ക്ഷോപ്പുകാർ പറഞ്ഞ് നോക്കി മാറ്റി കഴിഞ്ഞാൽ ഉണ്ടാവണ ബുദ്ധിമുട്ട് ഇതാണ്. പിന്നെ സർവീസ് സെൻ്ററുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഇതൊക്കെ മാറ്റുള്ളൂ, അല്ലാണ്ട് ഒരു കാര്യം പോലും അവർ തട്ടി നിവർത്തലോ ശരിയാക്കലോ ഇല്ല. അപ്പോൾ പുറത്തെ വർക്ക്ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ തട്ടി ശരിയാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ വല്ല ഞണക്കൊക്കെ ഉള്ളെങ്കിൽ അത് മാറ്റണം. ഇപ്പോൾ നമ്മുടെ ബാക്കിൽ ഡിക്കിയുടെ ഒരു ചെറിയ ഞണക്കുണ്ട്, അവർ പറയുന്നത് ഡിക്കി അങ്ങനെ തന്നെ മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തട്ടി നിവർത്തുന്ന ആൾക്ക് 500 കൊടുത്തു കഴിഞ്ഞാൽ ശരിയാക്കേണ്ട കാര്യമുള്ളൂ. അത് ഡിക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അതും റീപ്ലേസ്മെൻ്റ് ആയി. അതുപോലെ തന്നെ നമ്മളുടെ നിങ്ങൾക്കറിയാം നമ്മുടെ ഇതിലൊരു ചെറിയ ചിഹ്നലുണ്ടായിരുന്നു ഗ്ലാസ്സിന്, അപ്പോൾ ഗ്ലാസ് മാറ്റി. അപ്പോൾ ചോദിക്കുമ്പോൾ ആൾക്കാർ പറയും വണ്ടി ഇടിച്ചതിന് ശേഷവും ഗ്ലാസ് വല്ലതും പറ്റിയിട്ട് മാറിയതാവും എന്ന് വിചാരിക്കും. നമ്മളുടെ വീഡിയോസുകളൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ടും നിങ്ങൾ കാണുന്ന ആൾക്കാരായതുകൊണ്ടും നിങ്ങൾക്കറിയാം ഗ്ലാസ് ചിഹ്നൽ വന്നിട്ട് പൊട്ടിയതാണ്, ഇടിച്ചിട്ട് ഗ്ലാസ് പൊട്ടിയിട്ട് മാറ്റിയിട്ടുള്ളതല്ല. അതുപോലെ ഇപ്പോൾ കൗളായാലും നമ്മൾ മാറ്റിയിട്ടുള്ളത് ഈ ബമ്പർ നമ്മൾ ഈ ഗ്രില്ലൊക്കെ മാറ്റാൻ വേണ്ടി നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബമ്പർ മാറ്റേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് മാറ്റിയത് തന്നെ നമ്മൾ ഗ്രില്ലും കാര്യങ്ങളൊക്കെ പുതിയ മോഡലിൻ്റെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളന്ന് മാറ്റിയതായിരുന്നു ഈ സാധനം.
ഇത്രയധികം കിലോമീറ്റർ ഓടിച്ചൊരു വണ്ടി ആയതുകൊണ്ട് ഇത്ര സ്ഥലത്തൊക്കെ പോയിട്ട് തോന്നും മാനസികമായിട്ട് നമുക്കൊരു ഇഷ്ടം കൂടുതൽ. ഇപ്പോൾ താറ് മേടിച്ചിട്ട് ഇത്ര ആയിട്ടുള്ളൂ. പിന്നെ ഇതിന് മുന്നേ ഉണ്ടായിരുന്നു ഇപ്പോൾ SX4 ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏത് വണ്ടി ആയിക്കോട്ടെ, എനിക്ക് തോന്നുന്നു ഒമിനിയാണ് പിന്നെ ഒരു 10 കൊല്ലം പണ്ട് ഓടിച്ചിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ പപ്പയുള്ള കാലത്തുള്ള വണ്ടിയായിരുന്നു. ഞാനെടുത്തിട്ട് ഓടിച്ചു തുടങ്ങിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ 2-3 കൊല്ലത്തിൽ കൂടുതലൊന്നും ഒറ്റ വണ്ടി അങ്ങനെ ഓടിച്ചിട്ടില്ല. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ വണ്ടി മാറ്റും. അങ്ങനെ ഇത് അത്ര ഇഷ്ടപ്പെട്ടത് കൊണ്ടും അതുപോലെ മൈലേജ് ആണെങ്കിലും അതുപോലെ ബാക്കി ഓടിച്ച് കൊണ്ടു നടക്കാനുള്ള സുഖമാണെങ്കിലും മൊത്തത്തിലുള്ള ഒരു സംഭവം കൊണ്ടായിരുന്നു നമ്മൾ ഇത്ര കൊല്ലം ഇത് ഉപയോഗിച്ചതിൻ്റെ കാരണം. അതായത് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ പറഞ്ഞ വിലയ്ക്ക് നമ്മൾ അത് കച്ചവടമാക്കി. അപ്പോൾ എന്താ പറയുക, ആ ഒരു പൈസയും കാര്യങ്ങളും തന്നു. ഇനി കുന്നംകുളത്ത് വണ്ടി കൊണ്ടു കൊടുക്കണം. അപ്പോൾ എനിക്ക് കുന്നംകുളം വരെ ഒന്ന് പോകണം. അപ്പോൾ ഇനി ഇവിടുന്ന് മുതൽ കുന്നംകുളം വരെയെങ്കിലും വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി ഇനി ഓടിക്കാൻ പറ്റില്ല. നിതയാണെങ്കിലും ഇവിടെ നിൽക്കുന്നുണ്ട്. നിതയ്ക്കാണെങ്കിലും എന്തായിരുന്നു നിത വണ്ടിയോടുള്ള ഒരു ഇത്, ശരിക്കും വണ്ടി ഓടിച്ച് തെളിഞ്ഞത് ഇതിലല്ലായിരുന്നു നിത. ഇപ്പം XUV ഉണ്ടായിരുന്ന സമയത്തായാലും അത് ഗിയർ മാറ്റി പോണതും ഈ ഓരോ ഓട്ടോമാറ്റിക് വന്നോട് കൂടിയിട്ട് നിനക്ക് ഉണ്ടായ ഒരു സംതൃപ്തിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടല്ലേ. ഈ വണ്ടിയൊക്കെ ശരിക്കും നിലം തൊടാണ്ട് നിത ഒരു 170 അങ്ങോട്ടൊക്കെ വരെ കണ്ടിന്യൂസ് എന്തോരം കിലോമീറ്റർ നമ്മൾ ബോംബെ റൂട്ടിലൊക്കെ ഓടിച്ചിട്ടുള്ള ഓർമ്മയുണ്ടോ? ബീഹാർ, രാജസ്ഥാൻ. അതെ അതെ, നമ്മൾ കിടന്നുറങ്ങിയായിരുന്നത് അല്ലേ? അല്ല, കിടന്നുറങ്ങിയിട്ടില്ല. അതെ അതെ, ശരിയാ. പിന്നെ എന്താ പറയാ, നിനക്കായാലും നല്ല സുഖമാണ് ഈ വണ്ടിയിലിരുന്ന് യാത്ര. എത്ര ലോങ് യാത്ര ചെയ്താലും നമുക്കൊരു മടുപ്പോ അല്ലെങ്കിൽ ജോയിന്റ് പെയിൻ ഒന്നും വരില്ല. പക്ഷെ താറില് അങ്ങനെയല്ല. താറില് നമ്മൾ ബാംഗ്ലൂർ പോയിട്ട് വരുമ്പോഴത്തേക്കും മേലൊക്കെ കുത്തിക്കുലിങ്ങിട്ടാണോ എന്താണെന്നറിയില്ല. അതിലിരിക്കാത്ത മൂന്നാർ പോയി വന്നപ്പോ എന്തായിരുന്നു അതില് അങ്ങനെ ലോങ് യാത്രയ്ക്ക് പറ്റിയ വണ്ടിയല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എൻ്റെ അഭിപ്രായം പറയണ താറ് എനിക്ക് അത് കംഫർട്ട് കുറവ് തോന്നിയിട്ടുണ്ട്. പക്ഷെ സ്വിഫ്റ്റ് അങ്ങനെയല്ല. സ്വിഫ്റ്റ് നല്ല കംഫർട്ടാണ്. അതിൽ യാത്ര ചെയ്യാനും ഓടിക്കാനും ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാവും അറിയില്ല, നല്ല വണ്ടിയായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിഫ്റ്റ് സാധാരണഗതിക്ക് നമ്മളുടെ വേഗണാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു വണ്ടി എന്ന് പറയുന്നത് സ്വിഫ്റ്റ് ആണല്ലോ. ഈ വേഗണാർ വരെയുള്ളത് ലേശം സുഖക്കുറവും കാണാൻ ഭംഗി കുറവൊക്കെയാണ്. പക്ഷേ സ്വിഫ്റ്റ് മുതലുള്ള വണ്ടികളാണ് ആൾക്കാർ എന്താ പറയുക ഈ മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് അടിപൊളിയാക്കി പെടച്ചുള്ളമാർ കൊണ്ട് നടക്കുന്ന രീതിയിലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുള്ളത്. മുത്ത് വന്നു, മുത്ത് മുടി വെട്ടി വന്നു. നോക്കട്ടെ എന്താക്കി, നോക്കട്ടെ ചുള്ളനായെന്ന് നോക്കട്ടെ. ഇതിപ്പോൾ എന്താ ഉണ്ടായിട്ടില്ല എന്നുള്ളതൊന്നും മനസ്സിലായിട്ടില്ല. ഇവിടെ ഇത്ര മതിയോ? ഇനി സ്കൂളിൽ ചെന്നിട്ട് അവർ തിരിച്ചു വിടുമോ? പിന്നെ ഇതിനും ചെറുതാക്കി അപ്പോൾ ഞാനേ വണ്ടി കൊണ്ടു കൊടുക്കാൻ പോവാ, നീ അറിഞ്ഞോ? കുന്നംകുളം വരെ പോയിട്ട് വരാം കേട്ടോ. നീ പോയി കുളിച്ചിട്ട് വാ. നീ പറഞ്ഞില്ലല്ലോ. അപ്പം ഞാൻ പോയി കൊണ്ടു കൊടുത്തിട്ട് വരാൻ ഇതേ. അപ്പോൾ ഞാൻ ആദ്യം ഇവരെയും കൂട്ടി ഞങ്ങൾ വണ്ടി അവിടെ കൊടുത്തിട്ട് തിരിച്ചു വരാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ബസ് കയറി വരുമ്പോൾ നേരം വൈകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പോയി കൊടുത്തിട്ട് വരാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മളുടെ വണ്ടിയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബമ്പറിൻ്റെ ഒക്കെ പെയിൻറ്റിങ് ഈ രണ്ടാമത് ചെയ്തിട്ടുള്ളതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കൈ കൊണ്ട് ചെറുതായിട്ട് ടച്ച് ചെയ്ത് വെച്ചാൽ കേട്ടോ ഭംഗി പോകണ്ടല്ലോ. ഈ കറുത്ത് ഇരുന്ന് കാണണ്ടല്ലോ എന്നുള്ളൊരു കണ്ടീഷനില്ലേ. പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റൊക്കെ ഇത്ര ലോങ് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ കളറൊക്കെ മങ്ങിയായിരുന്നു. പിന്നെ നിങ്ങളൊരു കച്ചവട സ്ഥലത്തു നിന്നാണ് വണ്ടി മേടിക്കണേന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുൾ പോളിഷിലാവും വണ്ടി നിൽക്കണ്ടാവുക. പെയിൻറ്റ് ടച്ചിങ് പോളിഷും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളി ലുക്കാവും. നമ്മൾ വിചാരിച്ചു ഈ ഒരു കണ്ടീഷനിൽ ഇനി പൈസ ഒന്നും മുടക്കാണ്ട് തന്നെ ഈ ഒരു കണ്ടീഷനിൽ ഇഷ്ടപ്പെടുന്നവർ വന്ന് മേടിക്കട്ടെ, അല്ലാണ്ട് നമ്മൾ ഇതിനു വേണ്ടി ഫുൾ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി ആൾക്കാരെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. നമ്മളുടെ ഇപ്പോൾ 4 ടയറായാലും പുതിയതാണ്. സർവീസ് ആണെങ്കിലും നമ്മൾ ചെയ്ത് ഇപ്പോൾ 80ൻ്റെ സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി 90 സർവീസുള്ളൂ. പിന്നെ ഇപ്പോൾ ഇൻറ്റീരിയർ ഭാഗങ്ങളായാലും ഇതിൻ്റെ താക്കോലൊന്നും എടുക്കുമോ? ഇൻറ്റീരിയർ ഭാഗങ്ങളായാലും നമുക്ക് എവിടെ ഒരു കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി മേടിക്കുന്ന ഒരാൾക്ക് മെക്കാനിക്കൽ ഭാഗമോ അല്ലെങ്കിൽ മറ്റുള്ള ഭാഗത്തോ യാതൊരു കംപ്ലൈൻറ്റും കാര്യങ്ങളും ഇതിലില്ല. ആകെയുള്ളത് ഇപ്പോൾ ചെറിയ അവിടെ ഇവിടെയുള്ള കുഞ്ഞു ഞളക്കങ്ങൾ, അതുപോലെ തന്നെ പെയിൻറ്റ് ഉള്ള ടച്ചിങ്, ഈ 2 കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാനായിട്ട് ഉള്ളതുള്ളൂ. കാർമ കോറും നിൻ്റെ സൈക്കിളിൻ്റെ ഈ ഇത് കോറി ഈ വണ്ടിയുടെ ഇവിടെ കണ്ടോ നിറച്ചു കണ്ടോ? ഇതെന്താണെന്ന് മനസ്സിലായോ? ഈ സൈക്കിൾ കയറ്റി വെക്കുമ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ കോറിയാണ് ഇവിടെ മൊത്തം പെയിൻറ്റ് ഇങ്ങനെയായിട്ടുള്ളത്. കണ്ടില്ലേ, നിറച്ചും എല്ലായിടത്തും അതേപോലെയാണ്. പിന്നെ നമ്മുടെ വണ്ടിയുടെ പുറമൊന്നും കാണാൻ അങ്ങനെ എന്താ പറയുക വലിയ സ്റ്റൈലും കാര്യങ്ങളൊന്നും നമ്മൾ ആക്കി വെക്കാറില്ലെങ്കിലും നമ്മുടെ ഇൻറ്റീരിയർ ഭാഗമൊക്കെ താക്കോൽ എവിടെയാണ് ഇത് ഓൺ ചെയ്തായിരുന്നോ? ഒന്ന് ഇത് ചെയ്തേ.
ഓക്കെ. ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നമ്മൾ അടിപൊളിയായിട്ടോ എപ്പോഴായാലും വെക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ പൊടിയും കൂതറയായിട്ട് സെറ്റപ്പൊന്നും ആയിട്ട് ഉള്ളിൽ പൊടിയൊക്കെ ആയിട്ടൊന്നും അല്ലെങ്കിൽ സീറ്റൊന്നും ക്ലീൻ ചെയ്യാണ്ട് അങ്ങനെയൊന്നും നമ്മൾ വെക്കാറേ ഇല്ല. എല്ലാം ഒരു വിധം നീറ്റ് ആൻഡ് ക്ലീനൊക്കെ ആയിട്ടാണ് ഉൾവശം നമ്മൾ എപ്പോഴും വെക്കാറുള്ളൂ. പിന്നെ സ്റ്റിക്കറൊക്കെ നമ്മൾ മുകളിൽ ഒട്ടിച്ചത് ശരിക്കും പറഞ്ഞാൽ മങ്ങിപ്പോയി, അതൊക്കെ പറിച്ച് കളഞ്ഞ് പോളിഷ് ചെയ്ത് എടുക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള പണികളൊക്കെ അവർ ചെയ്തോളാം. പണികൾ മീൻസ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ. അതേപോലെ നമ്മൾ മെല്ലെ കിളിക്കുട്ടി പോലെ ഉപയോഗിച്ച വണ്ടിയൊന്നുമല്ല, നമ്മൾ അടിച്ച് പൊളിച്ച് ഉപയോഗിച്ചിട്ടുള്ള വണ്ടിയാണ്. എല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നത്. അവർ വന്ന് വണ്ടി ഓടിച്ച് നോക്കി, അവർക്ക് എൻജിൻ ഭാഗവും കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും വണ്ടി കണ്ടപ്പോൾ പണിയും കാര്യങ്ങളൊന്നും ഇല്ല, സർവീസ് പക്കയാണ്, ഇതൊക്കെ മനസ്സിലായപ്പോൾ അവരെടുത്തു. അപ്പോൾ അവരെടുത്ത് നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ്. അല്ലാണ്ട് എന്താ പറയുക, വണ്ടി ചേട്ടാ ഞാൻ ഭംഗിയായിട്ട് നോക്കി ഇങ്ങനെ കിളിക്കുട്ടി പോലെ ഒരു കട്ടർ പോലും ചാടാണ്ട് ഓടിക്കണം അതൊന്നും പറഞ്ഞിട്ടല്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ ഈ വണ്ടി നമ്മൾ അടിച്ച് പൊളിച്ച് ഓടിച്ചിട്ടുള്ള വണ്ടിയാണ് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ പിന്നെ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചോദിക്കാണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ട് ചേട്ടാ ഞാൻ അടിച്ച് പൊളിച്ച് ഓടിക്കുന്ന വണ്ടിയാണ്, അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പൂർണ്ണ താല്പര്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. എൻജിൻ ഭാഗം അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളോ എന്ത് കംപ്ലയിൻറ്റ് കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയിട്ട് ആരെയും കൊണ്ട് വേണമെങ്കിൽ നോക്കിച്ചിട്ട് എടുത്താൽ മതി. അങ്ങനെ ഒരു പ്രശ്നം, ഒരു പുകയോ അല്ലെങ്കിൽ എന്താ പറയുക വേറെ ഒരു ഭാഗത്തിന്, അതേപോലെ ഗിയർ ബോക്സിൻ്റെ ഭാഗങ്ങളാണെങ്കിൽ നമ്മൾ മറ്റേ ക്ലച്ച് ഇറക്കിയപ്പോൾ അതൊക്കെ നോക്കിയത് ഒന്നിനും ഒരു കംപ്ലയിൻറ്റ്, ഓയിൽ ലീക്കോ അല്ലെങ്കിൽ വേറെ യാതൊന്നുമില്ല. അപ്പോൾ 100% അവർക്ക് എന്താ പറയുക നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇതിലാണ് അവർ എടുത്തിട്ടുള്ളത്. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ എന്താ ഉണ്ടാവുക, അവരവിടെ വന്ന് നിൽക്കും, ഞാൻ നേരം വൈകും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ ഇത് ഇവിടെ കൊണ്ട് കൊടുത്തിട്ട് വരാം. എവിടെ? കുന്നംകുളത്ത് കൊണ്ട് കൊടുത്തിട്ട് വരാം. അപ്പോൾ ഒന്ന് ഡീസൽ അടിക്കണം. കുന്നംകുളം വരത്തുള്ള ഒരു ഡീസൽ ഇടി അടിച്ച് പേര് നമ്മൾ ഇന്നലെ മാറ്റി കൊടുത്തുവിട്ടു. ഇന്നലെ മാറ്റിയായിരുന്നു, പക്ഷേ ഫണ്ട് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് വണ്ടി കൊണ്ടുപോകേണ്ടിയിരുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യലും അതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അത് നമ്മുടെ ഇതിലേക്ക് ആവണമെങ്കിൽ എന്തോ ഒരു 24 മണിക്കൂർ അങ്ങോട്ട് കഴിയണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇന്നലെ കൊണ്ടുപോകാണ്ടിരുന്നില്ലെങ്കിൽ ഇന്നലെ തന്നെ വണ്ടി കൊണ്ടുപോയേനെ അവർ. അപ്പോൾ നമ്മൾ ഇന്നലെ RTO പോയിട്ടുണ്ടായിരുന്നു, അവരുടെ ആധാർ കാർഡും കാര്യങ്ങളും കൊടുത്തു, നമ്മുടെയും കൊടുത്തു. വണ്ടിക്ക് അതുപോലെ ഫൈൻ ഉണ്ടായിരുന്നു, ഓവർ സ്പീഡിന് 2 ഫൈൻ ഉണ്ടായിരുന്നു, പിന്നെ നോ പാർക്കിംഗ് ഫൈൻ ഉണ്ടായിരുന്നു. ഇത് കൂടാണ്ട് ഈ വണ്ടിയുടെ ടാക്സിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ടാക്സ് നമ്മൾ അടച്ചിട്ടുള്ള സമയത്ത് 7500 രൂപ കുറവാണ് അടച്ചേക്കണേന്ന് പറഞ്ഞൊരു കടലാസ് വന്നിട്ടുണ്ടായിരുന്നു. ആ കടലാസ് നമ്മളവിടെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞൊരു അപേക്ഷ വെക്കണം, അപേക്ഷ വെച്ചിട്ട് അത് മറ്റേ ബ്ലാക്ക് ലിസ്റ്റിലാണ് കിടക്കണത്, അത് മാറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ദിവസം പോയിട്ട് വേണം അത് ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ആ അപേക്ഷയും കാര്യങ്ങളും കൊണ്ട് കൊടുക്കണം. പക്ഷേ ട്രാൻസ്ഫർ നമ്മൾ പൈസ മുഴുവൻ അടച്ചു കഴിഞ്ഞ കാരണം വണ്ടി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് മാറിയിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ അതുകൂടി മാറ്റി കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ നേരെ കുന്നംകുളത്തേക്ക് പോകണം. അപ്പോൾ നമുക്ക് നേരെ കുന്നംകുളത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. അങ്ങനെ വണ്ടി കൊണ്ടുപോവാണ് കേട്ടാ. വണ്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമം. അപ്പം ഞാൻ പ്രതീക്ഷയുടെ അടുത്ത് പറഞ്ഞേ എന്നാൽ ഞങ്ങളും കൂടി ഉണ്ട് കുന്നംകുളം വരെ. ഞാനും മൂത്ത അങ്ങനെ വേഗം റെഡിയായി വണ്ടി അങ്ങനെ എടുക്കുകയാണ്. ഒരു വിഷമം. 6 കൊല്ലം ഒപ്പം ഉണ്ടായിരുന്നല്ലേ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വണ്ടിയുടെ ആവശ്യമില്ല നമുക്ക്, അതുകൊണ്ടാണ് താറ് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ സ്വിഫ്റ്റ് എടുക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞാലും അതും കേടല്ലേ വണ്ടിക്ക്. അപ്പം അങ്ങനെ പോവാണ്. ടാറ്റാ ബൈ. കുറച്ച് നാളത്തേക്ക് മിസ്സിങ് ഉണ്ടാവും കേട്ടോ ശരിക്കും. ആ കാർ പോർച്ചിലേക്ക് നോക്കുമ്പോഴേ ഇങ്ങനെ ആ സ്വിഫ്റ്റ് കിടക്കേണ്ട സ്ഥലം ശൂന്യമായിട്ട് കിടക്കല്ലേ. സാരില്ല, പ്രതീക്ഷയുടെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ നമുക്ക് ഫില്ലാക്കാം. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ കിലോമീറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ 86,332 കിലോമീറ്റർ ആണ് കേട്ടോ നമ്മൾ ഓടിച്ചത്. അപ്പോൾ ഡീസൽ അടിക്കാനായിട്ട് നിർത്തിയതാണ്. ഞങ്ങളങ്ങനെ നേരെ കുന്നംകുളത്ത് വണ്ടി കൊടുക്കാനായിട്ട് പോവുകയാണ്. നിതയും മുത്തും കയറി. എന്തായാലും ഈ പറഞ്ഞ പോലെ ഇനി ഇതിൽ കയറാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം കാരണം ബസ് കയറിയിട്ടായാലും തിരിച്ചു വരാൻ ഇവർ തയ്യാറ്. അപ്പോൾ നോക്കിയപ്പോൾ എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അത് കാരണം തന്നെ ഡീസൽ അടിച്ചിട്ട് നേരെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നേരം വൈകി ഇങ്ങോട്ട് ബസ് കിട്ടില്ല എന്നുള്ളത് അറിയില്ല. നമ്മൾ വണ്ടി കൊടുത്തിട്ടുള്ളത് മലപ്പുറത്തുള്ള ചേട്ടന്മാർക്കാട്ടോ. 2 പേര് ചേട്ടനിമാരെ വന്ന് മേടിച്ചത്. അവർ ഗൾഫിലുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വന്നിട്ടാണ് മേടിച്ചത്. അപ്പോൾ അവർ മലപ്പുറത്തുനിന്ന് ഇപ്പോൾ ബസ് കയറിയിട്ടുണ്ട്. നേരെ കുന്നംകുളത്ത് വന്ന് അവരിറങ്ങും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുന്നംകുളത്തേക്ക് എത്താമെന്ന് വിചാരിച്ചു. പക്ഷെ നിറച്ചും ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ചും ബ്ലോക്കായിരുന്നു. ഇനിയിപ്പോൾ അവർ എത്താറായെങ്കിൽ അവർ വിളിച്ചതിനെ, അവർ വിളിച്ചിട്ടില്ല സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്താറായിട്ടില്ല എന്ന് വിചാരിക്കാം. നമുക്കാണെങ്കിൽ ഈ കേച്ചേരിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏതോ ഒരു വഴിക്ക് വളഞ്ഞു പോകണം. ആ ഒരു കുറച്ച് ചൂണ്ടൽ വരെയുള്ള ഗ്യാപ്പിൽ റോഡിൻ്റെ പണി കുന്നംകുളം, അതുപോലെ തന്നെ കുന്നംകുളം തൃശ്ശൂർ റോട്ടിൽ ചൂണ്ടൽ മുതൽ
കേച്ചേരി വരെയുള്ള സ്ഥലത്ത് പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഫുള്ള് ബ്ലോക്ക് ആക്കിയിട്ട് ഒരു സൈഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് കുന്നംകുളത്ത് നിന്ന് ഇങ്ങോട്ട് മാത്രമേ വണ്ടികൾ വരുള്ളൂ, അങ്ങോട്ടേക്ക് വണ്ടികൾ പോകണില്ല. നമുക്ക് വളഞ്ഞു വേണ്ടി വരും പോകണമെങ്കിൽ. അപ്പോൾ അവരൊന്ന് ഫോൺ ചെയ്തിട്ട് പറ്റുകയാണെങ്കിൽ അവരിങ്ങനെ ഇവിടം വരെ വരികയാണെങ്കിൽ കേച്ചേരി വരെ വരികയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടുന്ന് ബസ് കയറി പോയാൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ കുന്നംകുളത്ത് പോയി കഴിഞ്ഞാൽ പെടുക തന്നെയല്ല, കുന്നംകുളം വരെ എത്രയെങ്കിലും നമുക്ക് പ്രയാസമാണ്. പിന്നെ മുത്താണെങ്കിൽ നേരം വൈകുമ്പോൾ പറയാം, നേരം വൈകി കഴിഞ്ഞാൽ അവന് ബസ് യാത്ര പേടിയാന്ന്. അവന് പിന്നെ നേരം നിനക്ക് ചെന്നിട്ട് ജോലിക്ക് പോകാനുണ്ടോ? ആണോ? അങ്ങനെ ഉണ്ടെങ്കിൽ ശരിയാണ്, നൈറ്റ് ഡ്യൂട്ടിയാണേ. അപ്പൊ അത് കാരണം അങ്ങനെയാണെങ്കിൽ പ്രശ്നമാവും. അപ്പൊ കുന്നംകുളം തൃശ്ശൂർ കുന്നംകുളം റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി തുടങ്ങിയിട്ട് കുറേ കൊല്ലങ്ങളായി. ഒരു 80-70% പണി കഴിഞ്ഞു എന്ന് പറയാം. ബാക്കിയുള്ളത് പണി കഴിയാത്തതുകൊണ്ട് ഇപ്പോഴും ദുരിതം തന്നെയാണ്. കുന്നംകുളം വരെ എത്താന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കേച്ചേരി ചെന്നിട്ട് തിരിഞ്ഞു പോകണം. അതേപോലെ ഇപ്പോൾ ഈ അമലയുടെ അവിടെ നിന്ന് നമുക്ക് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പോകുന്നതിൽ നിന്ന് നമുക്ക് ശോഭാ സിറ്റി വരെ വരുന്ന വഴിയാണെങ്കിൽ അവിടെ ബ്ലോക്ക് ചെയ്തേക്കുക. നമ്മൾ കറങ്ങി അടിച്ച് പയ്യന്തോടൊക്കെ കൂടിയിട്ടാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്. എത്ര സ്ഥലത്ത് വളഞ്ഞിട്ട് വേണമെന്നറിയോ നമുക്ക് കുന്നംകുളം റൂട്ടിൽ കൂടെ വരാൻ വേണ്ടിയിട്ട്. ആ വടക്കാഞ്ചേരി വഴിക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും എളുപ്പം അതാട്ടോ വടക്ക. പക്ഷെ വഴി കട്ടമാനം കൂടുതലാണ്. വഴി നല്ലതാന്ന് പറഞ്ഞിട്ട് അല്ലേ കുറേ വളയാണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വഴിക്ക് വന്നതിൻ്റെ കാരണം. പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും പോവാം. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇന്ന് വലിയ കാര്യത്തിൽ മഴയില്ല. അപ്പോൾ അത് കാരണം സുഖമായി വേഗം പോകാൻ പറ്റുന്നുണ്ട്. കുന്നംകുളം എത്തിയിട്ടാ. കുന്നംകുളം ബസ് സ്റ്റാൻഡിലാണ് അവർ നിൽക്കുന്നത്. അപ്പം ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്ക് പോകേണ്ടത് അവിടെ വൺ വേ ആണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കറങ്ങി അടിച്ച് വന്ന് സംഭവം എത്തി. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഈ വണ്ടി ഇനി നമ്മുടെ കയ്യിലുള്ളൂ അല്ലേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നമ്മളുടെ കൈ വിട്ട് പോവാണ് ഗൈസ്. എവിടെയാ അവരും നോക്കട്ടെ കേട്ടോ. നമ്മൾ കാർ അവിടെ ഒതുക്കി നിർത്തി. അവർ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വരാൻ പറഞ്ഞാൽ പുതിയ ബസ് സ്റ്റാൻഡാണെങ്കിൽ എനിക്കൊട്ട് അറിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയത് പഴയ ബസ് സ്റ്റാൻഡായിരുന്നു. സംഭവം ഇഷ്ടംപോലെ തൃശ്ശൂർ ബസ് വന്നു, പക്ഷേ അവർ വന്നിട്ടില്ല. അവർ വന്ന് താക്കോല് കൊടുത്തതിന് ശേഷം വേണം പോകാനായിട്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാണ്. ഇനിയിപ്പോൾ വേറെ വല്ല ബസ് വരും, കോഴിക്കോട് ബസ് വരും. ഈ ബസ്സിൽ കയറി പോയായിരുന്നു, നല്ല ബസ്സായിരുന്നു അല്ലേ. ഈ ബസ്സിൽ കയറി സീറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, അടുത്ത ബസ് വരട്ടെ. അങ്ങനെ ചേട്ടന്മാർക്ക് താക്കോല് കൈമാറി അവർ വണ്ടി എടുത്ത് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിലിട്ട് അതിന് പോയി. അവരിത് സ്റ്റാർട്ട് ചെയ്ത് മന്ദം പാക്കിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, കൊടുത്തു പോയില്ലേ. നീ ഇതെന്തിനടി കരയണേ? വിഷമയോ? അത് പോട്ടെ, എന്തായാലും വണ്ടി പോയിട്ട് പോകാൻ മുത്ത. തൃശ്ശൂർക്ക് അടുത്ത ബസ് വന്നു. ഒരു കോഴിക്കോട് ബസ് കണ്ടാന്ന് തോന്നുന്നുണ്ടല്ലേ. ഇനി നമ്മുടെ വണ്ടി എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ പറയാം. പഴയ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നായിരുന്ന വണ്ടിയായിരുന്നു കേട്ടോ ഇത് എന്ന് പറയാം. അത്ര തന്നെ ഞാനീ പറ്റുള്ളൂ. എന്തായാലും അവർ പോട്ടെ, പോവാം നമുക്കെന്നാല് ബാ. അപ്പോൾ ഞങ്ങൾ ഈ വണ്ടിയിൽ കയറുകയാണ് കേട്ടോ. ഈ കണ്ണാടിയിൽ നോക്കിയാൽ തന്നെ കാണാൻ കേട്ടോ. ഈ ബസ്സിലെ ഫുൾ യാത്രക്കാരെ ഈ കണ്ണാടിയിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഡ്രൈവർ അങ്ങനെയാണ് വല്ല സ്ഥലത്തും ആൾക്കാർ ഇറങ്ങണ്ടെന്നൊക്കെ കാണുന്നത്, മനസ്സിലായ? ഡ്രൈവറുടെ അവിടെയുള്ള കണ്ണാടി അത്. അതെ, ഡ്രൈവർ ഇത് കോഴിക്കോട് ബസ്സാണെന്ന് എനിക്ക് സംശയം. എവിടേക്കുള്ളതാണെന്ന് അറിയില്ല എനിക്ക്. അത് തൃശ്ശൂർ കോഴിക്കോടാണെന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞത്. കണ്ടക്ടർ എവിടെ പോയി? ഈ ബസ്സിലെ കണ്ടക്ടർ കഴിഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങി പോയിട്ടോ. അപ്പോൾ ഇപ്പോൾ ഡ്രൈവർ മാത്രമേ ഉള്ളൂ ഈ വണ്ടിയിൽ. ഡ്രൈവർ എന്നെ വിളിച്ച് പറയുന്നത് സ്ഥലമൊക്കെ എത്തുമ്പോൾ. പാരഡൈസ് വണ്ടീൻ്റെ പേര് പാരഡൈസ് എന്നാണ്. കോഴിക്കോട് ബസ് തന്നെയാണെന്ന് വിചാരിക്കണം. പെട്ടെ ഞങ്ങൾ കാറിൽ പോയതിൻ്റെ പകുതി സമയം വന്നില്ല ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ബസ്സിൽ 2 ക്യാമറ ഉണ്ട് കേട്ടോ. ഒരെണ്ണം ഡ്രൈവറുടെ ഗ്യാപ്പിൽ കണ്ടു, അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേ മുകളിൽ ഇവിടെയുണ്ട്. എല്ലാ യാത്രക്കാരെയും കാണാൻ പറ്റും, കണ്ടു. അപ്പോൾ നമ്മൾ പെട്രോൾ അടിച്ച് പമ്പില്ലേ അവിടെ എത്തി. ശോഭ സിറ്റിയുടെ അവിടെ എത്താറായി കേട്ടോ. ഒരാൾ ശോഭയുടെ കയറിയാണ് 20 ബ്ലോക്ക് ഉണ്ടോ? നീ ഫുള്ള് ബ്ലോക്കാണ്. നമ്മുടെ അക്ഷയ ഹോട്ടലിൻ്റെ അവിടെയൊക്കെ വണ്ടി ആക്കിയിട്ടുള്ളതിൻ്റെ കാരണം ഇതാണ് കേട്ടോ. ഒരു സൈഡിൽ കൂടെ തന്നെ പോകുമ്പോൾ തന്നെ ഫുള്ളാണ്. അയ്യോ, നമ്മൾ വന്ന വണ്ടി പോയി, ഇറങ്ങിപ്പോയി. ഞാൻ കുറച്ച് കണ്ടക്ടർ പണി എടുത്തു കണ്ടായിരുന്നു അനിതാ. 2 പേരുടെ പൈസ മേടിച്ചു, അതേപോലെ റേറ്റ് പറഞ്ഞു കൊടുത്തു. ഹാപ്പിയായി, എനിക്ക് സന്തോഷമായി. നല്ലൊരു സൗണ്ട് കേട്ടിട്ടില്ലേ?
നല്ല പെടച്ചുള്ളാനാ ഡ്രൈവർ, നല്ല അടിപൊളി പെട നോക്കി. നമ്മള് കാറിലെത്തി എൻ്റെ പകുതി സമയം കൊണ്ട് അവനിവിടെ എത്തിച്ചു. നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ച് പൊളിച്ച് തവിട് പൊടിയൊക്കെ നൈസായിട്ടുള്ള ഓടിക്കല്, നല്ല അടിപൊളി. അവൻ എന്തായാലും പെട്ടെന്ന് എത്തിയിട്ടാ. അപ്പോൾ ഒരു കണ്ടക്ടർ പണി എടുത്തു കുറച്ച് നേരം. ഇനിയിപ്പോൾ നമുക്ക് ഞങ്ങൾ ഇറങ്ങിയത് പൂങ്കുന്നത്താ. ഞാൻ വിചാരിച്ചു നമ്മുടെ അവിടെ നിന്ന് കുന്നംകുളം സാധാരണ ബസ്സുകളൊക്കെ വരുന്നത് എന്താ ഉണ്ടാവാറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെരിങ്ങാവ് വരുമായിരുന്നു അല്ലേ? പെരിങ്ങാവ് എല്ലാ സ്ഥലത്തിൻ്റെ പേര് ചെമ്പുക്കാവ്, ആ വഴിക്കാ വരുമായിരുന്നേ. നമ്മുടെ ഗിരിജ തിയേറ്ററിൻ്റെ വഴിക്കായിരുന്നു വരിക. ഞാൻ അവിടെ ഇറക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നതായിരുന്നേ പാട്രാക്കിൽ ആ വഴിക്ക്. ആ നീ ഇന്ന് നടക്കാൻ പോയിട്ടില്ലല്ലോ എന്നല്ലേ പറഞ്ഞേ? നമുക്ക് ഇവിടുന്ന് വീട് വരെ ഇങ്ങോട്ട് നടക്കാം, പൂങ്കുന്നത്തുനിന്ന് വീട് വരെ. എന്ത് ആകെ 3 കിലോമീറ്റർ ഉണ്ടാവും. നടക്കന്നെ ബാ വാടാ. ആ ശരി, അതല്ല നമ്മുടെ ഇന്നത്തെ നടന്നിട്ടില്ല, ആ പണിയും കഴിഞ്ഞില്ലേ? അല്ല പിന്നെ നമ്മൾ ഇതിന് കൂടുതൽ നടന്നിട്ടില്ല. ഞാൻ ബ്രേക്ക് ഇട്ടു. അമ്മ പറഞ്ഞിട്ടില്ലേ സാധാരണ അമ്മ 25 കിലോമീറ്റർ നടക്കാറ്. പോവാ, എന്റെ ഒരു ഭാഗം തളർന്നു. മൂടുള്ളപ്പോ 25 കിലോമീറ്റർ അല്ലേ? കല്യാണിന്റെ കോർപ്പറേറ്റ് ഓഫീസാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ സാധാരണ ഇവിടെ ഏതൊക്കെ വണ്ടികൾ കിടക്കാറ് മുത്തേ? ആ പിന്നെ ഏറ്റവും വില കൂടിയ വണ്ടികളാണ് ഇവിടെ കിടക്കാറ് സാധാരണ ഗതിക്ക്. പക്ഷെ ഇന്നിപ്പോ ഒന്നും കാണുന്നില്ല, എല്ലാവരും പോയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് നേരെ പാട്രാക്കില്, പൂങ്കുന്നത്തുനിന്ന് പാട്രാക്കിൽ എത്തറ. ഇത് പൂങ്കുന്നം പള്ളിയാണ് കേട്ടോ. പൂങ്കുന്നം പള്ളിയുടെ ഇവിടെ നേരെ നടന്നു കഴിഞ്ഞാൽ ഇനി പൂങ്കുന്നം പാലം കയറി ഇറങ്ങി കഴിഞ്ഞാൽ പാട്രാക്കിലേക്ക് എത്തും. അല്ല എല്ലാ വണ്ടികളും മാറി മാറി കിടക്കാറുണ്ട്. മീറ്റിംഗ് ഉള്ള ദിവസം അനുസരിച്ചിട്ടാ. ഇത് നോക്കിയേ പൂച്ച ക്ലാസ് വെച്ചിരിക്കണ, എന്താ രസം നോക്കിയേ. അമ്മ പള്ളി ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഇത്ര നാൾ ഇതിൽ പോയിട്ട് ഈ ഭംഗി ശ്രദ്ധിച്ചിട്ടില്ല. വാട്ട് എന്താ ഊട്ട് തിരുനാള് എന്നാ നോക്കിക്കോ, 10-ാം തീയതി, ജൂൺ 10-ാം തീയതി. മറക്കണ്ട. എപ്പോഴാ സമയം എഴുതി വെച്ചിട്ടുണ്ടോ? ആ അപ്പൊ എന്തായാലും ഉച്ചക്ക് വരാം. അവസാനം പള്ളികളൊക്കെ അപ്പൊ രാവിലെ തന്നെ ഇറങ്ങാം, രാവിലത്തെ ഉച്ചക്കലത്തെ കഴിക്കാം. അങ്ങനെ നമ്മള് പൂങ്കുന്നം പാലത്തിന്റെ മുകളിൽ കയറിയിട്ടാ. ഇത് നേരെ കയറി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാട്രാക്കിലെത്തും. CIDBI അല്ലേ? അതിന്റെ ഒരു ഫ്ലാറ്റ് വന്നിട്ട് അതിനല്ലേ ഞാൻ പറഞ്ഞ CIDBI എന്നിട്ട് ഞാൻ പറഞ്ഞേ വേഗം നടക്ക്. നീത്തക്ക് നല്ല ഫാസ്റ്റ് അതേ പോണു. നീ അവിടെ ഒപ്പത്തട്ടെ മുത്ത്, വേഗം ആടാ വേഗം. പൂങ്കുന്ന പാലത്തിന്റെ അടിയിൽ വാഹനചന്ത ഉണ്ട് കേട്ടോ. ഈ വാഹനചന്തയിൽ ഓട്ടോറിക്ഷകൾ മാത്രമാണ് വിൽക്കാനിട്ടേക്കണേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ 24 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണതാ. പക്ഷേ വണ്ടിയിൽ പോകുമ്പോൾ കാണാൻ പറ്റില്ല, നടന്ന് വന്നുകൊണ്ട് മാത്രം കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ അടിക്കട വരുമ്പോഴാണ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് ആവശ്യമുള്ളവർ ഈ വാഹനചന്ത, ജേക്കബ് വാഹനചന്ത, ഫോൺ നമ്പർ ഇതേ കാണുന്നത് കേട്ടോ. ആവശ്യമുള്ളവർ വിളിച്ചോ. ഒരു ഫ്രീ അഡ്വർടൈസ്മെൻ്റായി. വാ ഞാൻ കണ്ടില്ല. നോക്കിയ റെയിൽവേയുടെ പാളത്തിന്റെ മുകളിൽ പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ടാ, അടിപൊളി. ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, വണ്ടിയിൽ പോകുമ്പോ ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. നടന്നു പോകുമ്പോ അപ്പുറത്തെ സൈഡിൽ വരച്ചിട്ടില്ല, അപ്പുറത്തെ സൈഡിൽ ഒന്നുമില്ല. ഇത് കണ്ടില്ലേ? ഈ സൈഡിൽ നിറച്ച് പടങ്ങളുണ്ട്. നിന്റെ ബുക്കിലാ? അയ്യോ അതെ, അമ്മ അവിടെ എത്തി. ബാഗ് ഓട്. അങ്ങനെ നമ്മള് പാട്രാക്കിൽ ടൗണിലെത്തിയിട്ട. പാട്രാക്കിൽ 4 കൂടിയ സെന്ററിലേക്ക് എത്തി. ഓവർബ്രിഡ്ജ് കയറി ഇറങ്ങി നേരെ ഇങ്ങനെ വന്നു പാട്രാക്കിൽ ജംഗ്ഷൻ. എന്നാ ജംഗ്ഷൻ കൈസി ഈടായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ റൗണ്ട്, അങ്ങോട്ട് പോയാൽ പാലക്കാട്, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വടക്കാഞ്ചേരി. പാലക്കാട് വഴി അത് എറണാകുളം പാലക്കാടൊക്കെ അതറിയില്ലേ? അശ്വിനി ജംഗ്ഷൻ എത്തും. അത് കഴിഞ്ഞിട്ട് വുമൻസ് ഫുഡ് കോർട്ട് ഇതൊക്കെ കണ്ടിട്ടില്ലേ? ഇവിടെ ഞാൻ ഒരു ദിവസം വന്ന് ഫുഡ് കഴിച്ചു. അത്ര പോരാട്ടാ, വലിയ എയിമൊന്നും പറയില്ല. ആംബുലൻസ് പടക്കട്ടെ. CNG ഓട്ടോറിക്ഷ പഠിച്ചോ ഒന്നും നോക്കണ്ട. മൊത്തം നമ്മൾ ഇതേവരെ കയറാത്തൊരു സ്ഥലമാണ് കേട്ടോ. ബർഗർ സ്പേസോ? അത് ബർഗർ ഹബ്ബ. ആ സ്ഥലത്ത് ഇതേവരെ കയറിയിട്ടില്ല കേട്ടോ. പാട്രാക്കിലത്തെ ഇസാഫ് ബാങ്ക്, CMI പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ്. ദേവമാത, ഈ പള്ളിക്കാരി എന്നിട്ട് ദേവമാത തൊട്ടപ്പുറത്ത് കാണുന്നത്. വേണൂസ് അടച്ചു പോയി. ഒരു ലൈറ്റ് പോലും ഇട്ടിട്ടില്ല, മുകളിലത്തെ മാത്രമേ ഉള്ളൂ. താഴത്തെ ലൈറ്റൊക്കെ
ഓഫ് ചെയ്തിട്ട് നേരെ പോയി. സമയം എന്നിട്ട് 9:30 ആയുള്ളൂ. അപ്പോഴേക്കും ഇതൊക്കെ അടുത്ത് 8:30 ആയുള്ളൂ. 9 മണി ആയിട്ടുള്ളൂ. നമ്മൾ അരമണിക്കൂറായുള്ളൂ അവിടെ നിന്ന് നടന്നു തുടങ്ങിയിട്ട്. ഇതാണ് പഴയ കാലം മുതലുള്ളൊരു ഫ്ലാറ്റാണ് കേട്ടോ, മായയുടെ ഫ്ലാറ്റ് എന്ന് പറയുക. ഇത് ഏറ്റവും പഴയൊരു ഫ്ലാറ്റാണ് ഇവിടുത്തെ മായ. റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമും ഇവിടെ തന്നെയാട്ടാ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ദേവമാത. തൃശ്ശൂരത്തെ ഏറ്റവും പേര് കേട്ട സ്കൂളാണ് ദേവമാത. അതിൻ്റെ ഗേറ്റാണ് ഈ കാണുന്നത്. പാവം മുത്ത് ഞങ്ങളുടെ ഒപ്പം എത്തണില്ല. വേഗം നടന്ന മുത്തേ. ദേവമാത സ്കൂളിൻ്റെ ബോർഡ് ഇവിടെയായിട്ട് ഇരിക്കുന്നത് കണ്ടു. ഇത്ര വലുതാണ് കേട്ടോ ദേവമാത സ്കൂൾ. അങ്ങനെ എത്താൻ വരെയുണ്ട്. അതിൻ്റെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ. ഇതാണ് മെയിൻ എൻട്രൻസ് ദേവമാതയുടെ. സ്റ്റീലിൽ എഴുതിയിട്ടുള്ളത് കൊണ്ട് ദേവമാത എന്നുള്ള എഴുത്ത് കാണുന്നില്ല കേട്ടോ. അതാണ്. പ്ലാക്കാട്ടിൽ ടയർ കട അടച്ചു പോയി. ഉള്ളിൽ റിസോളിങ്ങിൻ്റെ അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. പുറത്തത്തെ ഇതൊക്കെ രാത്രി 9 അടയ്ക്കും. ടയർ പൊട്ടിച്ച് മാറ്റിയ സ്ഥലം അവിടെ ഉണ്ട്, റിസോളിങ്ങിൻ്റെ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിയൂര് എത്തിയിട്ടോ. വിയൂര് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ എത്തി. അതെ, അവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ അവിടെ നിന്ന് നടന്നു വരുമ്പോൾ ഒരു ചേട്ടൻ ഞങ്ങളോട് ചോദിച്ചു ഷൊർണൂർക്കുള്ള വഴി എവിടെയാ, ഏതിലേ പോകേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ കാണിച്ചു കൊടുക്കാമെന്ന് വെച്ച് ആളോട് പറഞ്ഞു ഞങ്ങളും കൂടി വരാൻ ചേട്ടാ, ഞങ്ങളെ അവിടെ ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മറ്റേ എന്താ പറയുക പിക്കപ്പ് ഉണ്ടല്ലോ മഹീന്ദ്രയുടെ ബൊലേറോ. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ കയറി ഇവിടെ വന്ന് ഇറങ്ങി. വീടിൻ്റെ അവിടേക്ക് നടന്നെത്താറായപ്പോഴാണ് നീ പറഞ്ഞാൽ എവിടേക്കാണ് പോണേ, കഞ്ഞൊന്നും വീട്ടിൽ വെച്ചിട്ടില്ലാന്ന്. എന്റെ പൊന്നെ ഇഷ്ടം പോലെ. എന്താ അവിടെ സദ്യ ആയിരുന്നോ? ഇഷ്ടം പോലെ. അതെ, എന്നിട്ടായിരുന്നു മൊത്തം. അത് ഇന്നലെ കണ്ടതല്ലേ? ഇന്ന് ഉച്ചക്കലത്തെ അല്ലേ ഗൈസ്? അപ്പൊ ഞങ്ങളുടെ തൊട്ടടുത്ത ഗോൾഡൻ കിച്ചൺ എയ്റ്റിലേക്കാണ് കേട്ടോ പോണത്. അവിടെ പോയി കഴിക്കാം. അതൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്കായിരുന്നു ഞാൻ തിന്ന് തീർത്തു. അതിലൊരു കുഞ്ഞ വാലിന്റെ പീസ, നടുവിന്റെ പീസ കൊണ്ട് മാത്രം ഉണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ പ്രിയ റെസ്റ്റോറൻ്റായ ഗോൾഡൻ കിച്ചൺ എയ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കട്ടെ. മുത്ത് ചോദിച്ചത് ഒരു സർബത്തും ഒരു പപ്സും. അതിന് പകരം അവന് മേടിച്ചു കൊടുക്കുന്നത് പ്ലേറ്റ്. വീട്ടിലെ ചോറില്ലാത്തോണ്ടാ, അല്ലെങ്കിൽ പപ്സ് ചെറുതായി പോവാണ്. ഇപ്പൊ നമുക്ക് ഷവർമ ചെയ്യില്ലേ, പ്ലേറ്റ് ഷവർമ ചെയ്യും. നമ്മളെ ഒരുപാട് വീഡിയോ ഇവിടുത്തെ ഈ ഹോട്ടലിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന സ്ഥലമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ബിരിയാണി 916 ആണ് ശരിക്കും പറഞ്ഞാൽ. അടിപൊളി ബിരിയാണി എന്ന് പറഞ്ഞാൽ അടിപൊളി ബിരിയാണി. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം 2 പ്രാവശ്യം അല്ല, എപ്പോൾ കഴിച്ചാലും ഞങ്ങൾക്ക് സൂപ്പർ ബിരിയാണിയാണ് ഇവിടെ നിന്ന് കിട്ടാറ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് സാധനം എന്ന് പറഞ്ഞാൽ അൽഫാം, ഷവർമ. ഈ 3 സാധനം ഒരു രക്ഷയില്ല. ഇത് നിങ്ങൾ വേണമെങ്കിൽ ഗോൾഡൻ കിച്ചൺ എയ്റ്റിൽ വന്നിട്ട് എപ്പോൾ വേണമെങ്കിലും വരുമ്പോൾ കഴിച്ചു. സെയിം ടേസ്റ്റ്. എന്താണ് ഇത് ഷവർമ മാത്രമേ ഇവിടുന്ന് കഴിക്കുള്ളൂ, വേറെ സാധനം കഴിക്കാറില്ല. ഞാൻ കൂടുതൽ അൽഫാമാണ് കഴിക്കാറ്, പിന്നെ ഷവർമ. അപ്പോൾ അതുകൊണ്ട് ആ 2 സാധനവും ഞാൻ പിന്നെ ബിരിയാണി കഴിക്കാറുണ്ട്. ബിരിയാണി സൂപ്പറാണ്. ഇങ്ങനെ ഞാൻ പൊന്തിച്ചതാണ് കണ്ട. ഇല്ല എൻ്റെ അതേപോലെ തന്നെ ഇതും വന്നിട്ടുണ്ട്. ഇത് എന്നിട്ടായിരുന്നു എനിക്ക് അയ്യോ ലെഗ് പീസ് എന്ന് പറയാൻ മറന്നു. ലെഗ് പീസ് എന്ന് പറയാൻ മറന്നുപോയി. അപ്പം ഇതൊക്കെ ഞാൻ കഴിഞ്ഞു കുബൂസ് തരാം. എനിക്ക് ഇത് മതി. ഓക്കെ. പിന്നെ ഇത് ടേസ്റ്റ് ഒന്നും പറയാനില്ല ഗൈസ്, നിങ്ങൾ എപ്പോഴും കഴിക്കണം. സൂപ്പർ സാധനം. പൂച്ചയുടെ കണ്ണ് പോലെയാണ് ഇപ്പം ഇരിക്കുന്നത്. തിരിച്ച് നമ്മൾ ഇവിടെ എത്തിയിട്ടാ. ആകെ നമ്മുടെ താറ് മാത്രം വീട്ടിലെ ലൈറ്റ് ഇട്ടിട്ടില്ല. സൈക്കിൾ വെക്കാൻ ഇഷ്ടം പോലെ സ്ഥലമായി. അതെ, സ്കൂട്ടറും കൊണ്ടുപോയി. ഇപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് സ്കൂട്ടർ ഇല്ല. സ്കൂട്ടർ ആനന്ദ് കൊണ്ടുപോയി. ആനന്ദിൻ്റെ അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതും കൊണ്ടുപോയി. അങ്ങനെ നമ്മുടെ സ്വിഫ്റ്റും പോയി. ഇനി നമ്മുടെ താറുകൂട്ടം മാത്രമേ ഉള്ളൂ. 2 സൈക്കിളുണ്ട്, മോട്ടോർ വാഹനമല്ല. അത് തന്നെ പിന്നെ അതിനതിൽ കൂട്ടാനും പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും എല്ലാം സംഭവം ചെയ്ത് പൂജയാക്കിയോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ 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 ബൈ. അതുപോലെ തന്നെ ഓക്കെ ബൈ.